മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അവരെ സന്ദേഹമുനയിൽ നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ മുസ്ലിം സമൂഹം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും ഡൽഹി സ്ഫോടനം ഉണ്ടായപ്പോഴും പൊതുവെ അതിലെ പ്രതികളെ ന്യായീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മുഴുവനായിട്ടുണ്ടായിട്ടുള്ളത്. ഇത് പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമാണ് ഇസ്ലാമിക പക്ഷത്തു നിന്നും ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. അവരിൽ തന്നെ പലരുടെയും കണ്ടന്റ് ഇപ്പോൾ ലഭ്യമല്ല. മാസ് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചതാണോ എന്ന് ഒരു സംശയം എനിക്കുണ്ട്. ഞാൻ സഹോദരതുല്യം കാണുന്ന പല മുസ്ലിങ്ങളും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്. അവർ പോലും, ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. മുസ്ലിങ്ങളെ മൊത്തത്തിൽ കുറ്റം പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ ചെയ്യുന്നത് പോലെ ഇസ്ലാം വിശ്വാസത്തെ പ്രതികൂട്ടി നിർത്തണമെന്നും ഞാൻ പറയുന്നില്ല. ഇത് ചെയ്തത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരെ മാത്രം, ആ തീവ്രവാദ സംഘടനകളെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്താൻ ഇവിടെയുള്ള എത്ര മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്? മുസ്ലിങ്ങൾ പോട്ടെ, വലതുപക്ഷ ആക്ടിവിസ്റ്റ് എന്ന് അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ?